ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേശീയ ജലപാതകളാണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? മാർക്കാണ്. ആ മാർക്കിന് വേണ്ടി മാത്രം പഠിക്കാം ഹോട്ട് ടോപ്പിക്സിലൂടെ. ഓക്കെ, ഇവിടെ ചാപ്റ്റർ തുടങ്ങാം. ഇവിടെ ദേശീയ ജലപാതകൾ നമുക്കറിയാം. ഒരു എക്സാം എടുത്താൽ ദേശീയ ജലപാതകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വിട്ടുപോകാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള സെക്ഷനാണിത്. നോക്കാം. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ കൂടെയാണ് NW3 കടന്നു പോകുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. ഇന്ന് ഇത് കോഴിക്കോടാണേ. കോഴിക്കോട് മുതൽ കൊല്ലം വരെയാണ്. കൊല്ലം കോഴിക്കോട്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന NW3. അപ്പോൾ NW3 കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ്. എവിടം മുതൽ എവിടം വരെ? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാൽ താഴെ പറയുന്നതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ചാപ്റ്റർ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ദേശീയ ജലപാത 3 ആണ്. NW3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നോക്കാം. അടുത്ത ദിവസം വീണ്ടും വന്നിട്ടുണ്ട്. കേരളത്തിലെ കൊല്ലം കോട്ടപ്പുറം പശ്ചിമതീര കനാൽ ഏതാണ്? പശ്ചിമതീര കനാൽ ഏതാണ്? NW3 ആണ്. ദേശീയ ജലപാത 3 പശ്ചിമതീര കനാലാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏതാണ്? ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലൂടെ ഒഴുകുന്ന, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? NW5 ആണ്. ഏതാണ്? NW5 ആണ്. NW5. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 നേരത്തെ നമ്മൾ പറഞ്ഞു. ഏതാണ്? കൊല്ലം കോട്ടപ്പുറമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാ ദേശീയ ജലപാത 2, അതായത് NW2 ആണ്. NW2 നേരത്തെ നമ്മൾ പറഞ്ഞു. NW3 എവിടം തൊട്ട് എവിടം വരെയാണ്? NW5 എവിടം തൊട്ട് എവിടം വരെയാണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ NW2നെ കുറിച്ചുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 4 പ്രസ്താവനയാണ്. ഏതൊക്കെയാന്ന് നോക്കാം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. അലഹബാദ് മുതൽ ഹാൽഡിയ. ഓക്കെ, NW2 അലഹബാദ് ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണം. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് NW2നെ പറ്റി. ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അടുത്ത് പറയുന്നു 1620 കിലോമീറ്റർ നീളമുണ്ട്. ഇതിന്റെ നീളം പറഞ്ഞിട്ടുണ്ട് 1620 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ശരിയായിട്ട് വരുന്ന, അല്ലെങ്കിൽ NW2വുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സാദിയ മുതൽ ധൂബ്രി വരെയാണ് NW2. എവിടം തൊട്ട് എവിടം വരെയാണ്? സാദിയ മുതൽ ധൂബ്രി വരെയാണ്. അതായത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയാണ് NW2 കടന്നു പോകുന്നത്. 1620 കിലോമീറ്റർ നീളമുണ്ടോ? ഇല്ല. 1620 കിലോമീറ്റർ നീളമുള്ള ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് NW1 ആണ്. അപ്പോൾ 1620 കിലോമീറ്റർ നീളമുള്ള ജലപാത ഏതാണ്? NW1 ആണ്. അത് എവിടം തൊട്ട് എവിടം വരെയാണ്? അതാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. NW1 ആണ്. ഏത് നദിയിലാണെന്ന് അറിയാമോ? അത് ഗംഗാ നദിയിലാണ്. NW1 ഗംഗാ നദിയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്ന ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? NW2 തന്നെയാണ്. NW2. അപ്പോൾ ഇവിടുത്തെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. NW2ആയിട്ട് വന്നിട്ട് 2 പ്രസ്താവന ഏതൊക്കെയാണ്? സാദിയ ധൂബ്രി വരെയാണ് NW2 പറയുന്നത്, അല്ലേ? ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണെന്നും പറഞ്ഞു. 1620 കിലോമീറ്റർ നീളമുള്ളത് NW1 ആണ്. NW1 ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അടുത്ത് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്ന ജലപാതയാണ് NW2 എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ കടന്നു പോകുന്ന ഏത്? സാദിയ ധൂബ്രി നേരത്തെ നമ്മൾ പറഞ്ഞു. ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? എന്നാലും ചോദിക്കുക. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു. ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ. ഏതാണ്? NW2 ആണ്, അല്ലേ? NW2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ആദ്യത്തെ ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചാൽ NW1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ. അതായത് ഓപ്ഷൻ എ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത. അലഹബാദ് ഹാൽഡിയ. ഓക്കെ, അടുത്ത് നോക്കിയേ.
ഗംഗയുടെ അല്ലെങ്കിൽ ഗംഗയുടെ അലഹബാദ് ഹാൽഡിയ നേരത്തെ നമ്മൾ പറഞ്ഞു ഭഗീരഥി ഹൂഗ്ലി ഭാഗമാണ്. ഏതാണ് ഗംഗയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അലഹബാദ് ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? NW1 ആണ് അല്ലേ? NW1, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, അടുത്ത വീണ്ടും NW2 നേരത്തെ നമ്മൾ പറഞ്ഞു എവിടെ തൊട്ട് എവിടം വരെയാണ്? സാദിയ മുതൽ ധൂബ്രി വരെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയേ ഹാൽഡിയ അലഹാബാദ് ഉണ്ട്, കൊല്ലം കോട്ടപ്പുറം ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഏതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിട്ട് വരുന്ന കാക്കിനഡ പുതുച്ചേരി ഉണ്ട്, അതിനെപ്പറ്റി പറയാം. ഓക്കെ, ഇവിടെ കേരളത്തിലെ ഉൾനാടൻ ജലപാതകൾ, ഇത് 5ാം ക്ലാസ് സ്റ്റാൻഡേർഡ് 5 പറയുന്ന ഒരു ബോക്സ് ആണ്. ഇവിടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ എത്ര? 3. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന ഉൾനാടൻ ജലപാതകൾ. ഏതൊക്കെയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ, ഏതാണ്? കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ദേശീയ ജലപാത. അപ്പൊ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3. കേരളത്തിലെ ജലപാതകൾ ഏതെന്ന് ചോദിച്ചാൽ 2 പറയണം. ഏതൊക്കെയാണ്? നമ്മുടെ ദേശീയ ജലപാത നമ്പർ 3യും പിന്നെ എന്താണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള, അതായത് ഏതാണ്? കനോലി കനാൽ, ഏതാണ്? കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ ഉൾനാടൻ ദേശീയ ജലഗതാഗത മാർഗങ്ങൾ. ദേശീയത ഏതാണ്? NW3 മാത്രമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയിടാ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടു. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് അവിടെ കിട്ടി. എന്താണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് അംഗീകരിച്ചു. അത് ഏതൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്? 10ാം ക്ലാസ്സിലെ ഒരു ടേബിളാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മൾ SCERT തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഇത്ര പഠിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് 1 മാർക്ക് കിട്ടും. ഏത് എക്സാമിന് പോയാലും 1 മാർക്ക് കിട്ടാവുന്ന ഒരു ബോക്സ് ആണിത്. ഇത്ര പഠിക്കാൻ എത്ര നേരം വേണം നിങ്ങൾക്ക്? ഇവിടെ നോക്കിയിടാ, NW1 ദേശീയ ജലപാത 1 നമ്മൾ നേരത്തെ പറഞ്ഞു. ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, അലഹബാദ് ഹാൽഡിയ ഗംഗാ നദി NW1 എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്? 1620 കിലോമീറ്റർ. അവിടെ PSC ഉത്തരസൂചിക പ്രകാരം ഏറ്റവും നീളം കൂടിയ ജലപാത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 1620 ആണ്. 1620, അതായത് NW1 ഇവിടെ ഏത് നദിയിൽ? ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ഓക്കെ, അടുത്ത NW2 നേരത്തെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ മുതൽ ധൂബ്രി വരെയാണ്. സാദിയ ധൂബ്രി വരെയാണ് NW2. ഏത് നദിയിലാണ്? ഗംഗാ നദിയിൽ, ബ്രഹ്മപുത്ര നദിയിലാണ്. എത്ര കിലോമീറ്റർ ആണ്? 891 കിലോമീറ്റർ. പഠിച്ചു വെക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്ന്? അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും ദൂരം വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ NW2ന്റെ ദൂരം പഠിച്ചു. ഏത് നദിയിലാണെന്ന് പറഞ്ഞു, ഇവിടെ തൊട്ട് എവിടെ വരെയാണെന്നും പറഞ്ഞു. അടുത്ത നോക്കിയ NW3 നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. കേരളത്തിലുള്ളതാണ്. ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്ന കനാൽ അല്ലെങ്കിൽ ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്. ഓക്കെ, എത്ര കിലോമീറ്ററാ? 205 കിലോമീറ്റർ. 205 കിലോമീറ്റർ ആണ് NW3. കേരളത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത് അത്രയും വിശദമായിട്ട് പഠിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 205 കിലോമീറ്റർ ആണ് NW3. അടുത്ത് നോക്കാം, ദേശീയ ജലപാത 4 NW4 ഏത് നദിയിലാണ്? ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയ ജലപാതയാണ് ഗോദാവരി കൃഷ്ണ നദിയിലാണ് NW4 കടന്നു പോകുന്നത്. എവിടെ തൊട്ട്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. എവിടെ തൊട്ട്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് NW4 കണക്ട് ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ? 1905. ഏറ്റവും കൂടുതൽ നീളമുള്ള ദേശീയ ജലപാത ഏതെന്ന് പറഞ്ഞു? NW1 ആണെന്ന് പറഞ്ഞു. പക്ഷേ സർവേ കൃത്യമായിട്ട് നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതായിട്ട് മാറും? NW4 ആയിട്ട് മാറും. പക്ഷേ PSC ഉത്തരപ്രകാരം ഏതാണ്? NW1 ആണ് ഏറ്റവും നീളം കൂടിയ ജലപാത. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ദേശീയ ജലപാതയുടെ നീളം അല്ലെങ്കിൽ നാലാമത്തെ അല്ലെങ്കിൽ NW4ന്റെ ജലപാതയുടെ നീളം എത്രയാണ്? 1095 കിലോമീറ്റർ ആണ്. ഏത് നദിയിലാണ്? ഗോദാവരി കൃഷ്ണ നദികളിലാണ് കാണപ്പെടുന്നത്. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 1095 കിലോമീറ്റർ. അടുത്ത് പറയുന്നു NW5 ഒരു പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എവിടെ തൊട്ട്? ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിൽ കാണപ്പെടുന്ന ജലപാതയാണ് 5. ദേശീയ ജലപാത 5 ഏതാണ്? പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയാണ് ജലപാത 5.
എത്ര കിലോമീറ്റർ? 623 കിലോമീറ്റർ. 623 കിലോമീറ്റർ. അപ്പം 5 ജലപാതകൾ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. എത്ര കിലോമീറ്റർ ആണ്, ഏത് നദിയിലാണ്, എവിടം തൊട്ട് എവിടം വരെയാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ടേബിൾ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ടേബിള് വ്യക്തമായിട്ട് പഠിക്കുന്നത് എല്ലാ ചാപ്റ്ററിലും, അല്ലെങ്കിൽ SCRT എടുത്തു നോക്കിയാൽ എല്ലാ ചാപ്റ്ററിലും ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ കാണും. അതാണ് ഏറ്റവും കൂടുതൽ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ടേബിൾ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്നും വിട്ടുപോകാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ടേബിൾ പഠിച്ചു, 1 മാർക്ക് ഷുവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ആ ഹോട്ട് ടോപ്പിക് സീരീസിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ടും വൃത്തിയായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. താങ്ക്